വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ ജനനവും. എന്നാൽ ഞാൻ കുറച്ച് അകലെയാണ് താമസം. അത് കാരണം വല്ലപ്പോഴും ഒക്കെ നാട്ടിലേക്ക് വരാറുള്ളൂ. വന്നാൽ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ മുത്തപ്പനെ കാണാൻ വരാറുണ്ട്. ഇപ്രാവശ്യവും പറശ്ശിനിക്കടവിൽ വന്നു. മുത്തപ്പന്റെ പ്രധാന വഴിപാടായ പൈങ്കുറ്റി വെള്ളാട്ടൊക്കെ കഴിച്ചു. അതിനുശേഷം പുഴയിലിറങ്ങി കൈകാലൊക്കെ കഴുകി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി നന്നായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനുള്ള ഒരുപാട് സമയം എനിക്ക് കിട്ടി. തിരക്ക് കുറവായത് കാരണം നന്നായിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ട. അതിനുശേഷം ഞാൻ മുത്തപ്പൻ്റെ പ്രധാന പ്രസാദമായ തേങ്ങാപ്പൂളും പയറുമാണ്. അതൊക്കെ വാങ്ങി കഴിച്ച് നല്ല ഇഷ്ടമായിട്ടാണ് എനിക്ക്. അതിന് മുത്തപ്പൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങി ബാഗിൽ വെച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് മുത്തപ്പൻ്റെ കോലം കെട്ടി പുറത്തേക്ക് വരുന്നത് എന്ന്. അപ്പോൾ എനിക്കത് കാണണം എന്നുള്ള ഒരു അടങ്ങാതെ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ബോട്ടിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ബോട്ടിലൊക്കെ കയറി കുറച്ച് നേരം അങ്ങനെയൊക്കെ സമയം ചെലവഴിച്ചു. ബോട്ടിൽ കയറുമ്പോഴാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം നന്നായിട്ട് കാണുന്നത്. ഉച്ചയ്ക്കുള്ള പ്രസാദം കഴിച്ച് മുത്തപ്പൻ്റെ അനുഗ്രഹം